യേശു പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ യേശുവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലാവരിലും ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടേ ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അതിനാണ് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചത്തെ വചനത്തിൽ സൈം ബ്രദർ പറഞ്ഞ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം ഏതായിരുന്നു? ഹല്ലേലൂയ. എഫെസ്യർ 2:7 ഉണ്ട്. എഫെസ്യർ 2:7. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു യേശുവിനോടുകൂടെ നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിൽ നമ്മുടെ എന്താണ് ഇരിക്കുന്നത്? ആത്മാവ്, അല്ലേ? അപ്പോൾ ആത്മാവ് ഇരിക്കുന്നിടത്ത് നമ്മുടെ സ്വർഗത്തിലേക്ക് പോകും. യേശുവിൻ്റെ വരവിങ്കിലാണ് നമ്മളത് പൂർത്തീകരണം വരുന്നത്. യേശു വരുമ്പോൾ നമ്മൾ പെടുമ്പോഴാണ് പൂർത്തീകരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ നമ്മളും ഇതേപോലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണോ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിലെ 51, 52 ഒന്ന് വായിക്കാവോ? നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 52 യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും. യേശു പിതാവിൻ്റെ അടുത്തിൽ നിന്ന് വന്നിട്ട് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും. യേശു ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? യേശു വന്ന് നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നത് ഒന്നാമത്തെ കാര്യമാണ് സ്നാനം. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും സ്നാനപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ധ്യാനങ്ങളിലൂടെ കുറച്ച് പേര് സ്നാനപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ യേശു കാണിച്ച ഏറ്റവും വലിയൊരു മാതൃകയായിരുന്നു സ്നാനം. അത് നമ്മളെല്ലാവരും സ്വീകരിച്ചവരാണ്. യേശു പിന്നെ രണ്ടാമത് സ്വീകരിച്ചതാണ് പരീക്ഷയിൽ ജയിച്ചു. നമ്മൾ എത്ര പേരാണ് പരീക്ഷയിൽ ജയിക്കുന്നവർ? പരീക്ഷയിൽ വരുമ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു പരീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അതിൽ പരാജയപ്പെട്ടു പോവുകയത്. കാരണം പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇതുണ്ടായി. കാരണം എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ സൈംബ്രദറിനെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും അതിൽ ഉറപ്പ് പ്രാപിച്ചു. അപ്പോൾ നമുക്ക് തന്നെ അതിൽ പരീക്ഷയിൽ ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, യേശു പക്ഷേ എല്ലാ പരീക്ഷയിലും ജയിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷെ നമുക്ക് അത് പറ്റുന്നില്ല. പറ്റാത്തത് നമുക്ക് പ്രാർത്ഥനക്കുറവുണ്ട്. പ്രാർത്ഥനയിൽ വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടാണ് പരീക്ഷ ജയിക്കാൻ പറ്റാത്തത്. പക്ഷേ യേശുവിനെ നോക്കുമ്പോൾ യേശു നന്നായിട്ട് പൊരുതി ഒരു കുറ്റവും കാണാതെയാണ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്ന് വെച്ചാൽ പിതാവ് യേശുവിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് യേശു അവിടെ എത്തിയത്. ഒരു കാര്യം പോലും യേശു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പിതാവിനോട്. പിതാവേ എനിക്കിത് പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ അത് പിന്നെ ആലോചിക്കട്ടെ, ഹസ്ബൻഡിനോടായാലും മക്കളോട് ആലോചിക്കട്ടെ. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാതെ യേശുവിനോട് തന്നെ ചോദിച്ച് ദൈവത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവഹിതം അനുസരിച്ച്, അത് യേശുവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. നാലാമത് പറയുന്നത് കഷ്ടം അനുഭവിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടം യേശു അനുഭവിച്ചത് ഏതിലൂടെയാണ്? കുരിശുമരണത്തിലൂടെ. യേശു അത് വളരെ മനോഹരമായി നമുക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ, അതായത് കുരിശുമരണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദുഃഖമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് സന്തോഷമാണ്. സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി കഷ്ടങ്ങൾ സഹിച്ചു. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇടയിൽ നിന്ന് സ്നാനപ്പെട്ടു പോയവർക്കൊക്കെ ഒത്തിരി കഷ്ടങ്ങൾ വരുമായിരിക്കാം, പരീക്ഷയും വരുമായിരിക്കാം. പക്ഷേ അത് സന്തോഷപൂർവ്വം സഹിക്കാൻ പറ്റുന്ന കൃപ അവർക്ക് കിട്ടുമ്പോഴാണ് അവരതിൽ തെളിഞ്ഞവരാകുന്നത്. അവരത് പിറുവിറുപ്പ് കൂടാതെ, ഇപ്പോൾ നമുക്ക് ജോയ്സ് ചേച്ചി സ്നാനിച്ചുമ്പോൾ അവർ രണ്ടുപേരും ഒരേപോലെ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരാണ്. നാൻസി ചേച്ചി പക്ഷേ അങ്ങനെയല്ല.
ഹസ്ബൻഡ് അവിടെയുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കും? കഷ്ടങ്ങളുണ്ടാവും. പക്ഷേ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 പത്രോസ് 4:12 തുടങ്ങി ഒന്ന് വായിക്കാം. 1 പത്രോസ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നോടെ വായിച്ചേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ. ഈ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇപ്പോൾ നാൻസി ചേച്ചീൻ്റെ വീട്ടിൽ എടുക്കുവാണെങ്കിൽ നാൻസി ചേച്ചിയുടെ ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വരാത്ത ഇരിക്കുമ്പോൾ നാൻസി ചേച്ചിക്ക് ഒരു പരീക്ഷ ഉണ്ടാകുമ്പോൾ അയ്യോ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ പള്ളിയിൽ തിരിച്ചു പോകാത്തതുകൊണ്ടാണോ എന്നിങ്ങനെ ഒരു മനസ്സിൽ പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ അതിലൊരു ഭയം കൂടാതെ അത് സന്തോഷത്തോടെ സഹിക്കുമ്പോഴാണ് നമ്മൾ ആ പരീക്ഷയെ ജയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13 വായിച്ചേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ, അതായത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ എന്ന് വെച്ചാൽ ക്രിസ്തു ഏറ്റവും പ്രധാനമായിട്ട് ചെയ്ത കഷ്ടം ക്രൂശിലെ മരണം. അതൊരു കഷ്ടമായിട്ടല്ല, അത് സന്തോഷപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ പങ്കുകാരാകുന്നത് എങ്ങനെയാണ്? നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാട്. ഇപ്പം നമ്മുടെ ഈ ചർച്ചിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയായിരിക്കും. എല്ലാവരും സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കും. ഇപ്പം നമ്മൾ വന്ന നാൾ തുടങ്ങി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഞങ്ങളുടെ സാമ്പത്തിക മേഖല ക്രമീകരിക്കണം. പക്ഷെ അത് ക്രമപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കാം. അത് എന്തുകൊണ്ടാണ് താമസിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വചനം വെച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് നമ്മൾ അതിനെ വിജയിക്കുന്ന ഒരു സമയമുണ്ട്, കർത്താവിൻ്റെ ഒരു സമയമുണ്ട്. അതുവരെ നമ്മൾ പിറുപിറുപ്പില്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ എത്ര നാൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അതിനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളോട്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുകൂടി നമ്മൾ ചേരുന്നത്. നമ്മൾ പിറുപിറുപ്പില്ലാതെ, കാരണം നമ്മൾ വിചാരിക്കുന്നത് സ്നാനപ്പെട്ട്, പക്ഷെ അവർ പകുതി വഴിയിൽ വീണു പോകണം. കാരണം അവരൊക്കെ സാമ്പത്തിക മേഖല ക്രമപ്പെടുമെന്ന് ഓർത്തിട്ട് വന്നവരായിരുന്നു. അത് ക്രമപ്പെടാതിരിക്കുമ്പോൾ അവർ പിറുപിറുപ്പിലേക്ക് പോവുകയാണ്. ഈ പിറുപിറുപ്പിലേക്ക് പോകുമ്പോൾ മറ്റേ ഇസ്രായേൽ ജനം വരുന്നത് പോലെ തന്നെയാണ് നമ്മൾ സ്നാനം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അതില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്, പിറുപിറുപ്പില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുക. അതാണ് നമ്മൾ സഭയിലുള്ള, കാരണം ഈ പുതിയ നിയമങ്ങൾ മൊത്തം വരുന്നത് നമ്മൾക്ക് സഭയിലുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് കർത്താവ്. പിന്നെ അപ്പോസ്തലന്മാരെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ സഭയിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെയാണ് അത് ആ കുറവുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൻ്റെയാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കൃപ. പരാജയമില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14 വായിച്ചേ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്ദ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഏറെ നിസ്സരം ഇപ്പോൾ ഒത്തിരി നിന്ദകൾ കിട്ടുന്നുണ്ട്. ഈ നിന്ദയിൽ നമ്മൾ ആ വീട്ടിൽ സന്തോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും കുടുംബത്തിൽ ഇപ്പോൾ മാറ്റം വന്നേനെ. അതിൽ ആ നിന്ദയിൽ വിഷമിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ വന്നേന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ പെട്ടുപോകുന്നത്. ആ കുടുംബത്തിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്തത്. ശരിക്കും കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഞായറാഴ്ച വന്ന് നമ്മൾ ശുശ്രൂഷ കൂടി ഒരാഴ്ച ആ വചനങ്ങൾ കേട്ട് കഴിഞ്ഞ് ആ വചനങ്ങൾ എത്ര പേര് നമ്മൾ ആ ഞായറാഴ്ച ഫുൾ ടൈം അല്ല എപ്പോഴെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു വചനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ വചനം നമ്മൾ ആ ഒരാഴ്ചത്തേൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ജീവനായിട്ട് നമ്മളിലേക്ക് വരിക. ചില സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ജീവനാവും. പക്ഷേ നമ്മൾ വീട്ടിൽ ചെന്ന് ഇന്ന് കേട്ട വചനങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് അതെന്നിൽ ജീവനാകുവാൻ വേണ്ടി
പ്രാർത്ഥിക്കുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് ഓരോ വചനങ്ങൾ ജീവനാണ്. വചനത്തിന് ജീവനുണ്ട്. ഇപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ ആദ്യം നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. എനിക്ക് തോന്നുന്നു വിശ്വാസത്തിലേക്ക് വന്ന സമയങ്ങൾ തുടങ്ങി ഈ വചനം എത്ര പ്രാവശ്യം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്കും കുടുംബം എല്ലാവരും എന്തായിരിപ്പെട്ടേനെ. കാരണം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും കള്ളം പറയുകയില്ല. അപ്പോൾ നമ്മളത് വിശ്വസിച്ച് കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള ആ വചനത്തിൽ വിശ്വസിച്ച് ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഉറപ്പുമായിട്ട് എന്ത് ചെയ്യായിരുന്നു, അത് ജീവനാകുമായിരുന്നു. അത് നിരന്തരം നമ്മൾ അത് കിട്ടുന്നോടും വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ചാൽ കഴിയുമ്പോഴാണ് അത് കർത്താവിൻ്റെ ഒരു സമയം വരെ, കർത്താവ് അത് എപ്പോഴാണോ ഒരുക്കുന്നത് ആ സമയം വരെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. നമ്മളൊരു വിഷയം കർത്താവിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ആ സമയത്ത് ആ കർത്താവിൻ്റെ സമയം വരെ നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. അതാണ് കർത്താവ് വരുന്നോടം വരെ കാത്തിരിക്കുന്നവരെ ആണ് കർത്താവ് കൊണ്ടുപോകുന്നത്. ഇതേപോലെയാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 15 നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ടു കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് സഭയിലുള്ളവരോടാണ് പറയണത്. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നമ്മൾ അറിയേണ്ടത്. ക്രിസ്ത്യാനി ആയിട്ടാണ് കഷ്ടം സഹിക്കേണ്ടത്. യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനം, ബൈബിൾ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ. യേശുവിൻ്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതായത് യേശുവിൻ്റെ നാമം ധരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകൾ കുറച്ച് പേര് സ്നാനപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞവരാണ് നമ്മൾ സ്നാനപ്പെട്ട് വീണ്ടും നമ്മൾ പുതിയതായിട്ട് അവർ ജനിച്ച് സ്നാനപ്പെട്ട് വന്നവർ. അപ്പോൾ അവർ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പിന്നെ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം സ്നാനപ്പെട്ട സിസ്റ്ററുണ്ട്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് പറയും പള്ളി പോകുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പള്ളി പോകില്ല, കൊന്ത ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെല്ലില്ല. അങ്ങനെ ഇനി നമുക്ക് ആരെയും പേടിക്കാനില്ല. നമ്മളെ കർത്താവിൻ്റെ വചനത്തിൽ യഥാർത്ഥമായി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ പേര് കിട്ടുന്നത്, ക്രിസ്ത്യാനി എന്നുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, നമ്മളിന്നും അവരെ ബോധിപ്പിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. എന്ന് വെച്ച് ബന്ധങ്ങൾ പോകുകയില്ല. കർത്താവ് അങ്ങനെ നമ്മളെ ഒരിക്കലും വേർതിരിച്ച് കളയുമൊന്നുമില്ല. നമ്മൾ വചനത്തിന് വേണ്ടി നിലനിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ കുടുംബത്തിലും നിലനിൽപ്പ് ഉണ്ടാകുന്നത്. നമ്മൾ വചനത്തിൽ അഴഞ്ഞു വിടുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിലും അത് അങ്ങനെ സംഭവിക്കും. കാരണം ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ 2-3 പ്രാവശ്യം ഭർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അത് പിന്നെയും ഇതിൽ കൂടെ അവരെ പോയിക്കോളാം, ഇത് നന്നാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവരുടെ നല്ല നടപ്പ് കാരണം ഇവർക്ക് എന്തോ ഒരു മാറ്റമുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു കഴിയുമ്പോഴാണ് അവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പോകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കത് അത് യഥാർത്ഥത്തില്ല. നമ്മളൊരു പുരുഷത്വം സ്വീകരിക്കുക വേണ്ടത്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട് നമ്മൾ വചനത്തിൻ്റെ കാര്യത്തിൽ പുരുഷനായിട്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഹല്ലേലൂയ. 17 ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ഹല്ലേലൂയ. എനിക്ക് ഈ വചനങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ജീവനായ വചനം ഇതായിരുന്നു. എല്ലാം ജീവനായിരുന്നു, എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് ജീവനായതായിരുന്നു. ന്യായവിധി എവിടെയാണ് ആരംഭിക്കുന്നത്? ദൈവഭവനത്തിൽ. എന്നിൽ തന്നെയാണ് ഏറ്റവും അധികം ന്യായവിധി ആരംഭിക്കുന്നത്. അതിൻ്റെ സമയം അടുത്തു എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണത്. അതായത് യേശുവിൻ്റെ വരവ് അടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ന്യായവിധി ഉണ്ടെന്നുള്ളതാണ് ഈ വചനത്തിലൂടെ പറയണത്. അപ്പോൾ അത് അനുസരിക്കാത്തവരുടെ, അപ്പോൾ നമ്മൾ പുറമേ ഉള്ള ഒരാളുടെ കാര്യമല്ല ഇത് പറയണത്, സഭയിലുള്ളവരോട് തന്നെയാണ് പറയണത്. സഭയിൽ വന്നിട്ടും ദൈവവചനത്തിൽ അനുസരിച്ച് ജീവിക്കാത്തവരുടെ കാര്യമാണ് ഈ പറയണത്. അതായത് നമ്മൾ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മളിൽ നടന്നു. ഇനി അതിനുവേണ്ടി ആരും എന്ത് ചെയ്യുന്നില്ല, കാത്തിരിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ആയി. പക്ഷെ ഇനി നമ്മൾ പിറുവിറുപ്പില്ലാതെ കർത്താവിൻ്റെ വചനത്തിൽ വിധേയത്വത്തോടെ നിന്ന്
കർത്താവെ ഞാൻ കർത്താവ് വരുമ്പോൾ പിന്നെ കർത്താവിനോട് കൂടെ പോകാൻ പറ്റുന്നവരായി മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം അനുസരിച്ച് ക്രമമായിട്ട് പോകണം. നമുക്ക് സഭയിൽ എന്ന് പറയുമ്പോൾ കർത്താവ് ഒരു ചട്ടം തന്നിട്ടുണ്ട്, ആ സഭയിൽ എങ്ങനെയാണ് പാലിക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ച് ജീവിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത് വിശുദ്ധിയാണ്. യേശു വരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം വിശുദ്ധിയിലായിരിക്കണം, ആ വിശുദ്ധിയോട് കൂടിയാണ് കർത്താവിൽ എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ. മോശ കാനാൻ ദേശം കണ്ടില്ലായിരുന്നു. മോശ കാനാൻ ദേശം കണ്ടോ? പിന്നെ 1 പത്രോസ് 3:20 വായിച്ചു. 1 പത്രോസ് 3:20. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇപ്പം മനുഷ്യപുത്രൻ്റെ വരവ് പിന്നെ നോഹയുടെ കാലം പോലെയാണെന്നാണ് ബൈബിൾ വചനം പറയണത്. അപ്പോൾ ഈ നോഹയുടെ പെട്ടകത്തിൽ എത്ര പേരാ കയറിയത്? 8 പേര്. പക്ഷേ അത് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് നമ്മൾ 8 പേരായി പോകില്ല. ലോകത്തിൽ അനേകർ യേശു വരുമ്പോൾ യേശുവിൻ്റെ സ്വരം കേൾക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അതിന് ഒരുക്കമുള്ളവരായി തീരണം. നമ്മൾ പരസ്പര സ്നേഹമുള്ളവരായിരിക്കണം. മറ്റുള്ളവർ കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യനാണെന്ന് മനസ്സിലാകണം. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ യേശു വരുമ്പോൾ നമ്മൾ യേശുവിനോടുകൂടെ എടുക്കപ്പെടുമ്പോൾ നമ്മൾ പിറുപിറുപ്പില്ലാതെ കർത്താവിൻ്റെ വചനത്തിൽ വിധേയത്വമായി ഇരിക്കുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പിറുപിറുപ്പില്ലാതെ. കാരണം നമുക്ക് കഷ്ടങ്ങൾ വരും, രോഗങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും ഞാൻ പരാജയപ്പെട്ടു പോകാതെ യേശുവേ അങ്ങ് വരുമ്പോൾ അങ്ങയുടെ സ്വരം കേൾക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചെറിയ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്കിന്ന് മധ്യസ്ഥനായ നമ്മുടെ യേശു ക്രിസ്തുവുണ്ട് എന്ന ധൈര്യം നമുക്കിപ്പോൾ ഉണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല നമുക്കുള്ളത്. പക്ഷെ പ്രശ്നങ്ങളിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞു, എൻ്റെ സഹായകനെ നിങ്ങൾക്ക് ഞാൻ തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ഉള്ളിടത്തോളം കാലം സഭ എന്ന് പറയുന്ന, അതായത് ഞാൻ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സഹായമായിരിക്കും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരുന്നാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ.